Hi everyone, welcome to Study Hey YouTube channel. നമുക്കിന്ന് CSCB എക്സാംസിൽ GK സെക്ഷനിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how many countries were in the UN when it was formed? Option A 37, option B 51, option C 193, option D 175. ഏതായിരിക്കും ആൻസർ വരിക? UN ഫോം ചെയ്തപ്പോൾ എത്ര കൺട്രീസ് ഉണ്ടായിരുന്നു മെമ്പേഴ്സ് ആയിട്ട് എന്നാണ് ചോദ്യം. എത്ര കൺട്രീസ് ഉണ്ടായിരുന്നു? ഓപ്ഷൻ ബി 51 ആട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. 51 കൺട്രീസ് ആയിരുന്നു UN ഫോം ചെയ്തപ്പോൾ. 1945 യുണൈറ്റഡ് നേഷൻസ് UN ഫോം ചെയ്തപ്പോൾ 51 കൺട്രീസ് ആണ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. കറന്റ്ലി എത്ര കൺട്രീസ് ഉണ്ട്? കറന്റ്ലി 193 കൺട്രീസ് ഉണ്ട് മെമ്പേഴ്സ് ആയിട്ട്. ഓക്കെ, അതും നോട്ട് ചെയ്യാട്ടോ. ഫോം ചെയ്തപ്പോൾ 51 മെമ്പേഴ്സും കറന്റ്ലി 193 മെമ്പേഴ്സുമാണ് UN ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതുപോലെ UN വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോവാ. എക്സാമിന് GK സെക്ഷനിൽ നിന്ന് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Arya Samaj was founded by option A Swami Vivekananda, option B Rajaram Mohan Roy, option C Swami Dayananda Saraswati, option D none of this. ഏതായിരിക്കും വരിക? Arya Samaj was founded by, ആൻസർ വരിക ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാട്ടോ. ആര്യ സമാജ് രാജാറാം മോഹൻ റോയ് അല്ല, തെറ്റിക്കരുത്, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. Next question, Ghumar is a dance form of option A Rajasthan, option B Sikkim, option C Assam, option D none of this. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ രാജസ്ഥാൻ ആട്ടോ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈസ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരിക? ഏത് ജില്ലയിലാണ് വരിക? ഓപ്ഷൻ ഡി പാലക്കാട് ആട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈസ് ഇൻ പാലക്കാട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നാഷണൽ പാർക്സ് ഇന്ത്യയിലുള്ളതും നോക്കി വെക്കുക. ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ നാഷണൽ പാർക്സ് ആണുള്ളതെന്ന് നോട്ട് ചെയ്തിട്ട് പോവാട്ടോ. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിവർ ഈസ് നോൺ ആസ് സോറോ ഓഫ് ബീഹാർ? ഓപ്ഷൻ എ കോസി, ഓപ്ഷൻ ബി ദാമോദർ, ഓപ്ഷൻ സി മഹാനദി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ കോസി ആട്ടോ. അതുപോലെ ഏതൊക്കെ റിവർ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോകുന്നു എന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പൊ എക്സാമ്പിൾ കോസി അല്ലെങ്കിൽ കൃഷ്ണ, ഈ നദികളൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിനെയാണ് കവർ ചെയ്യുന്നത്, അതുപോലെ ഈ നദികൾക്കൊക്കെ ഉള്ള വേറൊരു പേര്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. മിക്കപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. Next question, wheat is a dash crop. Option A rabi, option B kharif, option C zaid, option D none of this. ഏതാണ് വരിക? ഇവിടെ ആൻസർ വരിക ഏതാണ്? റാബി ആട്ടോ. ഇത് മിക്കപ്പോഴും CSCB PSCനേക്കാളും കൂടുതൽ CSCBയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ CSCBയിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ റാബി ക്രോപ്സും ഖാരിഫ് ക്രോപ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീം ഇൻ ഹോക്കി? ഹോക്കിയിൽ എത്ര പ്ലേയേഴ്സ് ആണ് ഒരു ടീമിൽ ഉണ്ടാവുക? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 15. ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി 11 ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഹോക്കിയിൽ 11 പ്ലേയേഴ്സ് ആണ് ഒരു ടീമിൽ ഉണ്ടാവുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഓരോ സ്പോർട്സിലും എത്ര പേരാണ് ഒരു ടീമിൽ ഉണ്ടാവുക എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഗവർണർ ഓഫ് RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറന്റ്ലി ഉള്ള ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്, ഓപ്ഷൻ ബി ഉർജിത് പട്ടേൽ, ഓപ്ഷൻ സി സഞ്ജയ് മൽഹോത്ര, ഓപ്ഷൻ ഡി രഘുറാം രാജൻ. ഇവിടെ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ സി സഞ്ജയ് മൽഹോത്രയാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഗവർണർ ഓഫ് RBI സഞ്ജയ് മൽഹോത്രയാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡുറാൻഡ് കപ്പ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ഹോക്കി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഡുറാൻഡ് കപ്പ് ഏത് സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഓപ്ഷൻ എ ക്രിക്കറ്റ് ആണോ, ഓപ്ഷൻ ബി ഫുട്ബോൾ ആണോ, ഓപ്ഷൻ സി ഹോക്കി ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണോ? ഏതാണ്? വേറെ ഏതെങ്കിലും ആണോ വരുന്നത്?
ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ഫുട്ബോൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓരോ സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കപ്സ് ഏതൊക്കെയാണ്, ട്രോഫീസ് ഏതൊക്കെയാണ് ചോദ്യം കണ്ടിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ടീ ഗാർഡൻ എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആസാം ആണ് ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും ഉള്ള ഒരു 3 അല്ലെങ്കിൽ 5 എക്സാമ്പിൾ വരെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാട്ടോ. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഇനി വരുന്ന ടോപ്പിക്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമിന് പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എക്സാം ഡേറ്റ് ഒക്കെ എല്ലാവരും അറിഞ്ഞ് നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. And like, share, subscribe our channel.